ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിവിടെ 2 ദിവസം ഇല്ലായിരുന്നു, പക്ഷെ നല്ല മഴയായിരുന്നു നമ്മളെ കേരളത്തിൽ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവസ്ഥ വളരെ ദയനീയം. നമ്മൾ കോഴികൾക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരുന്നു, കിളികൾക്കും പ്രാവുകൾക്കും ഒക്കെ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അമ്മയും ഇവരൊക്കെ നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തീറ്റയൊക്കെ ഇടാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൂടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നോക്കിയാൽ ചളിവെള്ളവും മണ്ണ് കൂടി അവിടുന്ന് ഇവിടുന്ന് കുത്തി ഒലിച്ച് വന്നിട്ട്. അപ്പം നമ്മൾ പടുത്തിട്ടേ ഉള്ളായിരുന്നു, നമ്മൾ തേച്ചിട്ടില്ലായിരുന്നു. അല്ലെ ഞങ്ങൾ ഈ ഒരു പടവേ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ അപ്പോൾ ഈ അടിയിൽ ഈ കല്ലിൻ്റെ ഈ സൈഡിൽ നിന്നാണ് വെള്ളം വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നല്ലൊരു ചുമരാണ്, അവിടെ നമ്മൾ അതിരാണ്. അപ്പോൾ അതിരുന്ന് ഇങ്ങോട്ട് ചാടുന്ന വെള്ളം ഈ ഗ്യാപ്പ് കൂടി ഈ അടിയിൽ അവിടെ തങ്ങി നിന്നിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അകത്തോട്ട് കയറി ഇവിടെ വെള്ളം നിറഞ്ഞ് കൂട്ടിൽ നിറഞ്ഞ്. ഇപ്പോൾ ഇവിടുന്ന് വറ്റിയപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് വെള്ളം അവിടെ വന്നിട്ടാണ് കൂടിയത്. അത് അവിടെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഈ കുഴികളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഈ വെള്ളത്തിൻ്റെ സ്ഥലത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഈർച്ചപ്പൊടി ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കിട്ടുമോ നോക്കാൻ വേണ്ടി മോൻ പോയിട്ടുണ്ട്. നമ്മൾ കോഴികളെ തൽക്കാലം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. കോഴികളൊക്കെ അവിടെ ഇവിടെ ഒന്ന് നടന്ന് തിന്നിട്ട് ഹെൽഡീസായിട്ട് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. നമ്മളെ കിളികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കൂടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരാൾ ട്രെയിനിങ്ങിലാണ്, കയ്യിൽ നിന്ന് എങ്ങനെ കൊത്തുമെന്നറിയാൻ. അതൊക്കെ നമ്മളിവിടെ എപ്പോഴും പയറ്റിയതാണ്. ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ ആ മണ്ണ് അത്യാവശ്യം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി മണ്ണൊക്കെ നമ്മൾ ഈ കുഴിയിൽ നിരത്തി കൊടുക്കണം. നല്ല ചീഞ്ഞ വെള്ളം അയക്കണം. ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം പൊടിയിടാൻ. തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്താ ഈ നോക്കി നയിച്ചങ്ങളെ അപ്പൊ നമ്മളെ കൂടെ ഏകദേശം ഇതാ കുഴിയിലൊക്കെ മണ്ണിട്ട് നിരത്തി അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൊടുന്ന് വെച്ചാൽ ഈർച്ചപ്പൊടി ഇടുക, അതേ ഉള്ളു പണി, വേറെ പണിയൊന്നുമില്ല. ഈ ഈർച്ചപ്പൊടി നമ്മൾ ഇടാൻ പോവാണ്. അങ്ങനല്ല, നന്നായിട്ട് ഇടണം. നമ്മൾ ഇതേപോലത്തെ ഒരു സ്ക്വയർ പാലക എടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് നിരത്തി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആവുക. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാസ്കൊക്കെ ഉപയോഗിക്കുക. മാസ്കൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് വൃത്തിയായിക്കോളും. പൊടിയൊന്നും അലർജി ഒന്നും ഇല്ലാത്തത്. കോഴിക്കളെ വിടാ
എല്ലാവരും മാറിക്ക് അല്ലേ അവരില്ല അപ്പൊ കോഴിക്കളി കാണിക്കോളൂ ഫസ്റ്റ് കോഴി അതാണ് ഇനി അടുത്ത കോഴി കഴിഞ്ഞു അടുത്ത കോഴി മൂന്നെണ്ണം കഴിക്കുള്ളൂ വൈകിട്ടോ ഇപ്പൊ പറക്കല്ലോ മാഷാഅല്ലാ എന്ത് രസാണ് നോക്കിയാ നിങ്ങള് കൂടെ തന്നെ ഒരു വൃത്തിയായില്ലപ്പോ ഉണ്ടാ ഇവിടെ അത് വന്നോക്കെ എല്ലാം ഉണ്ടോന്ന് ഇനിയിപ്പോ എന്താ വെച്ചാൽ ഐറ്റങ്ങൾക്ക് ഇങ്ങനെ ചിക്കി ചെനക്കി ഇങ്ങനെ നടക്കാം ഒക്കെ ഇപ്പൊ ഒരു മൂലക്കാണ് കൂടും പക്ഷെ എന്നാലും ഒരു വൃത്തിയാണ് അവിടെ ഒരു കൂട് ഇവിടെ ഒരു കൂട് ഈ കൂട്ടിലാണ് നമ്മളെ പ്രാവുകളുള്ളത് പിന്നെ അതുപോലെ നമ്മളെ മക്കളുള്ളതൊക്കെ ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ ഇങ്ങനെ വരും കേട്ടോ ഇവിടെ ഇനി നമുക്ക് ആ ടയർ എവിടെ ആ ടയർ ഇങ്ങനെ എടുത്താ ആ ടയർ എടുത്താ മീനെ നമ്മളിതിൽ കോഴികൾക്ക് ആടാൻ വേണ്ടിയിട്ട് ഒരു ടയർ വെക്കാൻ പോവാണ് ഒരു ടയർ തൂക്കും നമ്മൾ ഇതാണ് ടയർ സെറ്റായിരിക്കുന്നു ഇതിമാണ് പ്ലേറ്റ് ഇട്ട് അതിനുള്ളിൽ കയറിയിരുന്നോളൂ അല്ലേ പ്രാക്കൾ വരും ഊഞ്ഞാലാടാൻ ഊഞ്ഞാലുമായി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി കൂട് നല്ല വൃത്തിയായി അതാണ് ഏറ്റവും ഗുണമായതിപ്പോ പക്ഷെ അതെങ്കിൽ നോക്കാം ഇനി മഴ വരുമ്പോൾ വെള്ളം വരുകയും ചെയ്യാൻ നോക്കാം ബാക്കി ഫുൾ വീഡിയോ ഇനിയും വരും കേട്ടോ